SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ആ ടെൻഷൻസ് എല്ലാം മാറ്റേണ്ട കാര്യം ഞങ്ങൾ തുടങ്ങാം. അപ്പോ മൈജി ഒരുക്കുന്ന ആ സൂപ്പർ കൂൾ AC ഓഫറിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണേ. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ കൺവേർട്ടബിൾ ഇൻവെർട്ടർ എനർജി സേവിംഗ് ACകളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ആണ് മൈജി ഒരുക്കുന്നത്. അത് മാത്രമല്ല ACകൾക്ക് 10 വർഷം കംപ്രസർ വാറണ്ടി അത് കൂടെ ലഭിക്കുന്നുണ്ട് മൈജിയുടെ ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് ഓഫറിലൂടെ. സോ ഈ ഒരു വേനൽക്കാലം ഒന്ന് കൂളാക്കാനായിട്ട് ഇപ്പൊ തന്നെ മൈജി പോയിട്ട് AC പർച്ചേസ് ചെയ്യല്ലേ. ഹാപ്പി ഷോപ്പിംഗ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ദി എന്റെ ടീം ടു സ്റ്റാർ മാജിക്. സിസ്റ്റർ സുധിയുടെ മൂത്രം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എപ്പോഴാ കിട്ടുന്നത്? എവിടെ എന്റെ അടുത്താണോ? അല്ല സിസ്റ്റർ സൂസിയോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ സമയം 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ആണോ? ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അവർ ബിവറേജ് കൊണ്ടുകൊടുത്തു. മൊത്തം മദ്യം ഒന്ന് സാധനം. ഒരു ഗ്യാപ്പ് അങ്ങനെ അങ്ങ് പോയി. ഇത്തരത്തിലുള്ള കോമഡികൾക്ക് ഏത് വഴി പോണം എന്ന് കറക്റ്റ് ആയിട്ട് വഴി കാട്ടാൻ വേണ്ടിട്ട് ഒരാളെ നമ്മൾ വിളിക്കാൻ പോവാ. അല്ല, ഇത് മോട്ടുപോയിലല്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാണ്ടായി പോയി. നമ്മളാണെങ്കിൽ തപ്പിക്കൊണ്ടേയിരിക്കും. യൂട്യൂബിലാണെങ്കിൽ എല്ലാവരും ചോദിക്കാണ് എവിടെ പോയി അല്ല. ലെറ്റ്സ് വെൽക്കം ദി കോമഡി കിങ് ടു സ്റ്റാർ മാജിക്. നമ്മുടെ സ്വന്തം രമേശ് ചേട്ടൻ. വെൽക്കം ബാക്ക്. നമസ്കാരം. എവിടെയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്? അല്ല ഞാൻ എന്റെ വീട്ടിൽ ഈ പരിപാടി കാണുമ്പം എന്റെ ഭാര്യയും പിള്ളേർ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പോയില്ല. വന്നവൻ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് പറയുമായിരുന്നേ. ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ ഇതിന്റെ പ്രൊഡ്യൂസർ അനൂപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും നാൾ അസീസിനെ വെച്ച് ചെയ്തു, ബിനു അടിമാലിനെ വെച്ച് ചെയ്തു, ഷിയാസ് വന്നു, സുധിയണ്ണ വന്നു, ഇത്രയും പെമ്പിള്ളേർ വന്നു, ഇവരൊക്കെ വന്നു പോയതിനേക്കാളും ഞാൻ വന്നു പോയതിന്റെ പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് കലാഭവൻ മണിച്ചേട്ടൻ ഫൗണ്ടേഷന്റെ ഒരു അവാർഡ്, ഈ പരിപാടിക്ക് മികച്ച പരിപാടിക്കുള്ള ഒരു പ്രൊഡ്യൂസറുള്ള അവാർഡ് കിട്ടി. അത് നിങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണ്. എനിക്കിനി ഓസ്കാർ വരെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഒരു ആഴ്ചയും കൂടെ വന്നിട്ട് പോയാൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വന്നത്. വരവാണ് ഈ കാണുന്നത്. അത് മാത്രമല്ല, ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞപ്പോ ഇത് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടപ്പോഴാണ് ഞാൻ കണ്ടത്. എന്റെ തങ്കച്ചൻ വിളിച്ചിട്ട് ചോദിച്ചു, അണ്ണാ എവിടെ ഉണ്ട്? ഞാൻ വീട്ടിലുണ്ട്. തിരക്കിലാണോ? ഞാൻ അല്ല, എനിക്ക് ബുണ്ടക്കൻ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളി. ഇതൊന്ന് കറക്റ്റ് ആക്കിയിട്ട് തിരിച്ചയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ബുണ്ടക്കനോ? ബുണ്ടക്കൻ എന്ന് വെച്ചാൽ എന്നാ സാധനം വെച്ചു. അണ്ണാ ഞങ്ങൾക്ക് കലാഭവൻ മണി ഫൗണ്ടേഷന്റെ ഒരു അവാർഡ് കിട്ടി. അപ്പൊ അത് ഫേസ്ബുക്കിൽ ഇടണം. കലാഭവൻ മണി എന്ന് വരെ ഞാൻ എഴുതി, ഫൗണ്ടേഷൻ എന്ന് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോ ബുണ്ടക്കൻ എന്നാ വന്നോണ്ടിരിക്കുന്നത്. മലയാളം ടൈപ്പ് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേ എന്തെങ്കിലും ഞാൻ ഈ സംഭവം പറഞ്ഞത്. അതിപ്പോഴും എവിടെയോ ഇരുന്ന് ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യാണ് നമ്മുടെ തങ്കച്ചൻ. അവനത് പോസ്റ്റ് ചെയ്ത ശേഷം പരിപാടിയിലോട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയുന്നു. ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, അവാർഡ് കിട്ടിയ പരിപാടിയുടെ എല്ലാ നേതാക്കൾക്കും ഈ അവസരത്തിൽ നമ്മൾ ആത്മാർത്ഥമായ അവാർഡ് കിട്ടിയത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ എല്ലാവർക്കും അവാർഡ് കിട്ടിയതിന് തുല്യം. അതെ, അത് നമ്മുടെ കലാഭവൻ ഫൗണ്ടേഷനിലെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ എല്ലാ വക നന്ദി, നമസ്കാരം. അതെ, അത് മറ്റൊരു എപ്പിസോഡിൽ പറയുമെങ്കിലും ഞാനും പറയണം. കാരണം മണിച്ചേട്ടൻ ഒരു അൾട്ടിമേറ്റ് എന്റർടൈനർ ആയിരുന്നു. പാട്ടുകാരനാണോ ചോദിച്ചാണ്, ഡാൻസ് കളിക്കുമെന്ന് വെച്ചാൽ കളിക്കും, മിമിക്രി പറയുന്നത് സീരിയസ് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാ ആംഗിളിലും ഒരു അൾട്ടിമേറ്റ് എന്റർടൈനർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡാണ് നമുക്ക് കിട്ടിയത്. അതിലൊരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും ഈ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ രമേശേട്ടാ, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? അതായത് നമ്മുടെ ഷോയിൽ നിന്ന് പോയി പിന്നെ വീട്ടിലിരുന്നിട്ട് ഇടയിൽ കണ്ടിരുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഒരു ഇമ്പാക്ട് കേട്ടത്? അല്ല, ഞാൻ കേട്ടത് പുറത്തിറങ്ങി പോയി കഴിയുമ്പോൾ പലരും, ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ പരിപാടി ധാരാളം കാണുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം വന്നിട്ട് ഇതിന്റെ വിശേഷങ്ങൾ എന്താണ്, ഓരോരുത്തരെ പറ്റി പേരെടുത്ത് പറഞ്ഞൊക്കെ ചോദിക്കും. എല്ലാം രസമുള്ളതാണോ, അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ, നിങ്ങൾ തമാശ പറയുന്ന പോലെയാണെന്നൊക്കെ ചോദിച്ചു. സാധാരണ ഇതിൽ നമ്മളൊക്കെ ഇങ്ങനെ സ്ഥിരം TV-യിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു പരിപാടി കണ്ടാൽ ഇന്നലെ കണ്ടുട്ടോ എന്നൊക്കെ പറയുന്ന കാലം അവസാനിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. എല്ലാ ദിവസവും കാണുമ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ വന്നപ്പം ഈ പരിപാടിയിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒരു പുതിയ പ്രേക്ഷകർ പുതുതായിട്ട് ഇതിന്റെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയ സന്തോഷം. ഇന്നലെ നാദർഷിക്കയുടെ അനിയൻ എന്നെ വിളിച്ചു. എന്റെ പൊന്നടാ, ഭയങ്കര പരിപാടിയായിരുന്നു പിഷാരടി. ഞാനിങ്ങടെ വന്ന സമയത്ത് പിഷാരടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്ന് കയ്യടി മേടിച്ചു.
ഒരു തത്തയുടെ കഥ വരെ അത് ഞാൻ പറയാം. അതായത് ഇപ്പൊ പറയേണ്ടത് ഇത് ഇപ്പൊ നാട്ടുകാർ തന്നെ സമത് ഇപ്പം ബിനുവാളിയും പറഞ്ഞു ചിലപ്പോ സമത് കൂളായിട്ട് വർത്താനം ഇടോ നീ ഇവിടെ ഇടോ ഇത് നമ്മള് ഇങ്ങനെയൊക്കെ മിണ്ടുള്ളൂ. അപ്പൊ പുള്ളി ഭയങ്കര ഞാനും സമൂഹമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ കലാകായ്ക്ക് അപ്പുറം പക്ഷിപ്രാന്താണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ തത്തകളുടെയൊക്കെ ഭയങ്കര എന്തെങ്കിലും ഒരു വർത്താനമൊക്കെ ഉണ്ട്. എപ്പോഴും പക്ഷികളെ പറ്റി പറയുന്നത്. അപ്പം ഒരു പ്രത്യേക തത്തയെ മേടിച്ചു പുള്ളിക്കാരൻ. ആഫ്രിക്കൻ കര എന്ന് പറയുന്ന തത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്നത് തത്തയുടേത്. അപ്പൊ 3 വർഷമായിട്ടും പുള്ളിയുടെ വീട്ടിൽ മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഈ തത്ത പുള്ളി മേടിച്ചിട്ട് 3 വർഷമായിട്ട് വർത്താനം പറയാഞ്ഞിട്ട് പുള്ളി എറണാകുളത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൃഗാശുപത്രി കൊണ്ടിട്ട് ഇതിനെ മേശപ്പുറത്ത് വെച്ച് ചോദിച്ചു, ഡോക്ടറെ ഇത് ഭയങ്കര വർത്താനം പറയണ തത്തയാണ്, ഇത് ഇത്ര നാളായിട്ട് വർത്താനം പറയണില്ലല്ലോ. ഡോക്ടർ നോക്കിയിട്ട് താൻ ആദ്യം മര്യാദയ്ക്ക് വർത്താനം പറ, തത്തയുടെ കാര്യം നമുക്ക് ശരിയാക്കി തരാം. അല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, സമതക്ക് ഈ ജീവികളുടെ ഭ്രാന്തുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ജീവികളുടെ ഒക്കെ ഇപ്പൊ നമ്മുടെ വീട്ടില് പൂച്ച പ്രസവിച്ചു ഒരു കുഞ്ഞിനെ തരുവാ, എന്ത് മുട്ടയിട്ടെന്ന് പറഞ്ഞാലും പുള്ളിക്ക് കുഞ്ഞിനെ കൊടുക്കണ്ടോന്ന് ചോദിക്കണം. പുള്ളിയുടെ നാക്കെ കയറിയിരിക്കും. അപ്പം സമത് വീട്ടിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോ ആക്റ്റീവയിൽ അയലോക്കംകാരും വന്ന് വണ്ടി എടുത്തിട്ട് സമതേ വൈഫ് പ്രസവിച്ചുട്ടോ, ഞാൻ ഇവൻ കൊച്ചിനെ കൊടുക്കണ്ട. അയാൾ അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് ഓട്ടം നോക്കിയിട്ട് ആ വഴി പൊക്കളഞ്ഞ് ഈ വണ്ടി വന്ന് നിർത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതിനു മുമ്പ് ഞാനിപ്പോ അവാർഡ് കിട്ടിയത് എന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഞാൻ വിശ്വാസത്തിന്റെ പ്രശ്നം. എന്റെ വീട്ടിൽ നോക്കിയാൽ കണ്ണെടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നേ. അവിടെ ഒരു പുള്ളി സ്ഥിരം ഞാൻ രാവിലെ നോക്കുമ്പോൾ ആക്റ്റീവെ കൊണ്ട് നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചില്ലറ ഇട്ടിട്ട് പോകും. അപ്പോൾ ഞാനൊരു ദിവസം അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുള്ളി നടത്തുക. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒന്ന് പൈസ ഇട്ടിട്ട് പോയാൽ ദൈവം ആരെയാന്നും പറഞ്ഞ് അനുഗ്രഹിക്കും. പിറ്റേ ദിവസം ഞാൻ നോക്കി വണ്ടി ഒന്ന് നിർത്തിയിട്ട് 1 രൂപ ഇട്ടിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ പൊക്കി ദൈവം ഇങ്ങനെ പൊക്കിയിട്ട് ഇനി ആള് മാറി അനുഗ്രഹം ഞാൻ പോയാലോ എന്ന് ഓർത്തിട്ട് അനുഗ്രഹം മൊത്തം പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്നേ. ശരി, അപ്പളേ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരാളെയും കൂടെ വെൽക്കം ചെയ്യാൻ പോവാ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട്. നമ്മുടെ ഷോ എന്ന് പറയുമ്പോൾ എല്ലാ ടാലന്റ്സും ഉള്ള ഒരു മിക്സ്ഡ് അപ്പ് കൾച്ചർ അല്ലേ ഇവിടെ ഉള്ളേ? അതെ, അല്ലേ ഷിയാസിനെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമോ? അത് പറ. എന്നാ ഷിയാസിന്റെ മുത്തേ സത്യം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴേ ലക്ഷ്മി പറയട്ടെ, ഷിയാസിന്റെ ടാലന്റ് ഗവേഷകർ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് തരം ടാലന്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞ ഈ മുത്തേസത്തെ വിട്ടുപോയത് നമ്മൾ ഈ ഫ്ലോറിൽ വന്നതുകൊണ്ട് ചിന്തിക്കില്ലല്ല. നമ്മുടെ നാട്ടിൽ എന്റെ കൂട്ടുകാരന്മാർ വൈകുന്നേരം കൂടുന്ന ടീമാണ് കുറച്ച് പേര്. അപ്പൊ ഞാനൊരു ദിവസം എന്റെ കുടുംബ വീട്ടിൻ്റെ അവിടെ. അപ്പൊ ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോ പയ്യന്മാരെ അവിടെ കാണാനില്ല. ആയിക്കോട്ടെ, അങ്ങനെ ഞാനവിടെ ചെന്നപ്പോ കൂട്ടുകാരെ കാണുന്നില്ല. ആ മിച്ചറാണ് നീ കുറച്ചേരം എടുത്ത് തിന്നത്. എന്റെ കൂട്ടുകാരെ വിളിച്ച്, എവിടെ കാണുന്നില്ലല്ലോ എന്ന് എവിടെയെന്ന് ചോദിച്ചു. അത് ശരിയാവില്ല അല്ലേ, ഇപ്പന്മാര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം മുത്തേ സത്യം. എന്റെ വീട്ടിലൊക്കെ ഉണ്ട്. എന്റെ മക്കള് പറയുമല്ലോ, അച്ഛൻ മുത്തസത്തെ പാടുമെന്ന് ചോദിക്കും. രാത്രി കിടക്കെടുത്ത് നിലത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നോട് മുത്തസത്തെ പാടാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ കിടക്കെ അങ്ങോട്ട് ഉരുളു ഇങ്ങോട്ട് ഉരുളു. ഞാൻ നിർത്തല്ലേ ഞങ്ങളുടെ തലേണ എടുത്ത് അടിയാൻ മുത്തസത്തെ ഇട്ടിട്ടാണ് ഈ ഡാൻസ്. ഏതായാലും ഷിയാസിന്റെ മുത്തേ സത്യം ഉണ്ടല്ലോ ഇവിടെ പാടി തോൽപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ മാപ്പിളപ്പാട്ടിൽ ഒരു മല്ലു സിംഗിനെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. ശരിക്കും മല്ലു സിംഗ് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാപ്പിളപ്പാട്ട് ഗായകരില് ഒരു ചോക്ലേറ്റ് കുട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരാധകരുള്ള ഒരു ഉറുമ്പുണ്ടാവൂലോ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഏതായാലും ഈ വേദിയിലേക്ക് റൗണ്ടിൽ ഓടിയിടണം. ഇത്രയും പറഞ്ഞപ്പോ ഈ അശ്വമേധത്തിൽ ഇത്രയും ക്ലൂ കേട്ടപ്പോ ചോക്ലേറ്റ് കുട്ടപ്പൻ മാപ്പിളപ്പാട്ടിന്റെ നമുക്കറിയാവുന്ന ഒരു ചെറുക്കനുണ്ട്. ഏകദേശം ഏത് ജില്ലയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്, പക്ഷെ സുധിയന്റെ നാട്ടുകാരനാണ്. കൊല്ലത്തിലുണ്ട്, കോഴിക്കോടിലുണ്ട് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ലെറ്റ്സ് വെൽക്കം കൊല്ലം ഷാഫി ടു സ്റ്റാർ മാജിക്. വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുവർഗം ഒരുക്കിയൊരു സുൽത്താനായി വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുവർഗം ഒരുക്കിയൊരു സുൽത്താനായി പാടുനീ സാരംഗികൾ
ഒരുപാട് സന്തോഷം. എന്തോന്ന് ഈ പാട്ടിൽ ഇങ്ങനെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോ ഭയങ്കര ആനന്ദം. ഈ പാട്ട് ഇതിന് മുമ്പ് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇതിനൊരു സ്റ്റെപ്പൊന്നും ഇട്ട് ഒരു പാട്ടിനും അങ്ങനെ കളിച്ചു വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഏത് ആഘോഷിക്കാത്ത, ആടാത്ത, പാടാത്ത ആളുകളും ആഘോഷിച്ചു പോകും. അത്രയും എന്റർടൈൻമെന്റ് ആണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ വല്ല തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ജനപ്രീതി നേടിയ സ്ഥിതിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പിന്നെ മക്കൾ തങ്കം, തങ്കു, പിന്നെ തല്ലും ശ്രുതി, തലൈവി കുറുക്കഞ്ചേരി, അതെ ബിനുചേട്ടനെ കുറിച്ചൊക്കെ നമ്മളെ പിന്നെ എന്താ പറയാ കലൈ സെൽവൻ മാമണി, അങ്ങനെ അസീസ്കാരെ കുറിച്ചും അങ്ങനെ കേട്ടേനെ. മലയാളികളുടെ ഇടയിലായതുകൊണ്ട് എന്നെ പറ്റി പറഞ്ഞ പ്രയോഗങ്ങൾ കുറവാണ്. പിഷാരടിക്ക് ഈഗോ അടിച്ചിട്ട് എന്തോ പറഞ്ഞു, അതൊന്നുകൂടെ പറഞ്ഞു. അവൻ വാക്കിന് വേണ്ടി അലയുന്നത് കണ്ട് ഞാൻ സഹായിച്ചു. അവൻ വല്ല പൊട്ടത്തോളം പറഞ്ഞാ നിന്റെ തലയിൽ കലൈ സെൽവൻ മാമണി എന്ന് പറഞ്ഞോണ്ട് നീ രക്ഷപ്പെട്ടു. പുള്ളിക്ക് വാക്ക് തീർന്നു. തമിഴിലാണ് അല്ല സകല വേണ്ട, ഞാൻ വിട്ട്. അത് വേറെ ആളുണ്ടല്ലോ ചൊക്കത്തങ്കം. അതെ, ആ ചൊക്കത്തങ്കം അതാണ് നമ്മള് ആർക്ക് കൊടുത്തിരിക്കുന്നത്. ചൊക്കത്തങ്കം തങ്കു. ആ തങ്കു എന്നാൽ നമുക്കൊരു കാര്യം, മൂത്ത ദളപതി. അതെ, സുധിയണ്ണനോട് ശശാങ്കിനോട്. ഈ കൂട്ടത്തിൽ തലയാര്? തല അവിടെ അതാണല്ലോ കൂടുതൽ ഫാൻസ് ഉള്ള. തലയുള്ളവരെ ഈ പരിപാടിയിലോട്ട് വിളിക്കാറില്ല. ഫ്ലവേഴ്സ് മെഷീൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നോക്കും തലയുണ്ടോ, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ അങ്ങനെയാണ് സാധാരണ സ്ക്രിപ്റ്റ് ഉള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും കറക്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ പാളിപ്പോവാറുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ നിങ്ങൾ ഈ പാളി പോകുന്നത് കണ്ടത് ആരുടെയാണ് തെളിച്ചു പറയാം. ഇല്ലാതെ വന്നിട്ട് പാളി പോയത് ഞാനല്ലാതെ ആരാണ്? അല്ല, പിഷാരി ചേട്ടൻ എന്നെ പ്രതിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അല്ല, പുള്ളി പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് ഉള്ളത് കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ട് വരെ പാളി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുത്തിനെ കുറിച്ച് ഒന്നും പറയരുത്, ഇവന്മാർക്ക് ഒന്നിനും ഒരു ദാക്ഷിണ്യമില്ല. അല്ല, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നാട്ടില് സത്യം പറയാട്ടോ, ഇത് ഓഡിയൻസ് മുഴുവൻ കേൾക്കണം. എന്റെ നാട്ടില് ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാം വേറെ ഇല്ല എന്നുള്ള. അത് മറ്റു നാട്ടിലും അങ്ങനെ ആയിരിക്കും. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. അയൽപക്കത്ത് ജീവിതത്തിൽ ടിവിന്റെ നേരെ ഇങ്ങനെ അല്ലാതെ ഇരുന്നിട്ടില്ലാത്ത ചേട്ടനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളെ ഈ പ്രോഗ്രാം വരുന്ന സമയത്ത് ഷാഫി ഇവിടെ പറയാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ, മാന്യ സദസ്സിന് വന്ദന. ബാക്കി ഷാഫി പറഞ്ഞു മുഴുവൻ. അപ്പൊ എന്റെ മകള്, ഇളയ മകള്, എനിക്ക് 3 കൊച്ചുങ്ങളാണുള്ളത്. അപ്പോൾ ഇളയ മോള് പറഞ്ഞു, ഇതിനകത്ത് പോയാൽ ഉപ്പ ഏറ്റവും കൂടുതൽ ഉപ്പച്ചി ഒരാളോട് എൻ്റെ സ്നേഹാന്വേഷണം പറയണം, അത് അനുമോൾ. അതും തങ്കുവിന്റെ അനുമോൾ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നു എന്നൊക്കെയാണ് അവിടെ ഈ ഫ്ലോറിൽ അങ്ങനെയാണ് അനുമോൾ അറിയപ്പെടുന്നതെന്നൊക്കെയാണ് എന്റെ മോള് പറഞ്ഞത്. അല്ലാതെ തങ്കു പറഞ്ഞു വിട്ടതല്ല. അറിയപ്പെടുന്നു എന്നുള്ള ആ പാവത്തിന് ഒരു ഗുണം. എന്റെ ഇറച്ചിയാട്ടറി. അപ്പൊ എന്റെ മോള് ഖദീജ ഏൽപ്പിച്ച ബിഗ് ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. നാദൃഷിക്കയുടെ മോളുടെ പേര് ഖദീജ എന്നാ, ഇളയ മോളുടെ പേര് ഖദീജ എന്നാ. അപ്പൊ നാദൃഷിക്ക ഒരു ദിവസം മോളെ വഴക്ക് പറഞ്ഞു. മോളെ എന്തോ ഒരു ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞപ്പോ ഈ കൊച്ചു വൈകുന്നേരം വരെ മിണ്ടിയില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നാദൃഷിക്ക എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ ഇപ്പോഴും പിണക്കാണോ? ഞാൻ മിണ്ടൂല. പാപ്പച്ചി രാവിലെ വഴക്ക് പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞു, പാപ്പച്ചി വഴക്ക് പറയുന്ന പോലെ അഭിനയിച്ചതാ എന്ന് പറഞ്ഞപ്പോ ഈ കൊച്ചു ചോദിക്കുക, എന്നിട്ട് എന്താ സിനിമയിലൊന്നും ഇങ്ങനെ അഭിനയിക്കാത്ത? അല്ല, ഈ കിങ് ഉള്ള വേദിയിലേക്ക് അല്ല, കിങ് എന്ന് പറയരുത്, അതാണ് കിങ്. നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ അവിടെ കൺഫ്യൂഷൻ ആകുക. നിങ്ങൾ കിങ്ങോ ഒന്ന് ചെന്താന്ന് വെച്ചാൽ ഞാൻ ഇത് കിങ്ങാണ്, പക്ഷെ കാജാബീഡിലെ കിങ്ങാണ്. എന്റെ നാട്ടിലെ ഭാഷ ശൈലിയിൽ ചോദിച്ചാലേ അല്ലക്കളെ എനിക്കൊന്നും പറയണ്ടേ. മുത്ത് പറഞ്ഞിട്ട് ബാക്കി അതന്നെ കൊയിലാണ്ടി ഭാഷ പറയാം, ഞാക്കൊന്നും മിണ്ടണ്ടേ. നിങ്ങൾ എന്നെ ഇങ്ങനെ പറയാ. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ മനുഷ്യൻ വന്നു പോയി നവ്യനായരൊക്കെ ഉള്ള എപ്പിസോഡിൽ മില്യൺ കണക്കിന് ആളുകൾ ഗംഭീര പിന്നെ കമന്റ്സ് ഒക്കെ ഇട്ട് അതൊക്കെ വായിച്ച് പുളകം കൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ വന്നു പോയല്ലോ. ഇവിടെ വന്നിരുന്ന് ഇദ്ദേഹം ഉള്ള ഒരു എപ്പിസോഡിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല. മതിക്കാൻ
അറിയാൻ വേണ്ടിട്ട്. ഇല്ല അങ്ങനെ ഇല്ല. ഇവിടെ നമ്മള് പ്രതിരോധമാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞായറാഴ്ച വെട്ടാൻ പറ്റ പോത്താ ഞാൻ. ഇതിനിടയിൽ ഷാഫിക്ക ട്രാക്ക് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സൂഫിയും സുജാതയിലും അതുപോലെ മരക്കാറില് ഒക്കെ എഴുത്ത് അല്ലേ? സത്യത്തിൽ അത് മാറ്റി പിടിച്ചതല്ല, ആദ്യം മുതലേ എഴുത്തിനോട് ഭയങ്കര ആഗ്രഹമാണ്. പാട്ടിൻ്റെത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. വിശാൽ ചേട്ടനൊക്കെ അറിയാം, ഞാൻ പാടുന്ന പാട്ടൊരു കാറ്റഗറീസ് മാത്രമാണ്. എനിക്ക് അതിന്റെ അപ്പുറത്തോട്ടുള്ള വലിയ സംഗീത ജ്ഞാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഇതിനോടുള്ള പാഷൻ. അല്ല അതിനകത്ത് എനിക്കൊരു തിരുത്തുണ്ട് കേട്ടോ. അത് ചുമ്മാ പറയുന്ന ഷാഫി എത്രയോ ഹിറ്റ് പാട്ട് പഠിച്ചവർക്ക് മാത്രമേ പാടാൻ പറ്റുമെന്നുള്ള. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളും വലിയ നടന്മാരും ആരും പൂരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവരല്ല. അപ്പോൾ ജ്ഞാനമില്ല എന്ന് പറഞ്ഞിട്ട് ഷാഫി അങ്ങനെ ചെറിയ പാട്ടുകാരനാന്ന് പറയുന്നത്. ഷാഫി ഒരു നല്ല പാട്ടുകാരൻ. എഴുത്തിനോട് വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ 10-18 വർഷമായിട്ട് ഒരു സൂഫി വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് ആ സബ്ജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് സൂഫി സുജാതയിൽ കുറച്ച് വരികൾ ആവശ്യമുണ്ട്. അതിന്റെ റീ റെക്കോർഡിങ്ങിൽ RR ഉടനീളം പോകുന്ന വരികൾ വേണമെന്ന് നമ്മുടെ സിയാഉൽ ഹക്ക് എന്ന് പറയുന്ന സിംഗർ അറിയാലോ, അവനും കാരണമാണ് നമ്മുടെ M ജയചന്ദ്ര സാറിന്റെ ഇതിലൊരു സംഗീതത്തിലൊരു പാട്ട് എഴുതാൻ സാധിച്ചത്. അതിനുശേഷം റോണി റാഫേൽ സാറിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം, ആ ഒരു ബിഗ് മൂവിയിൽ എനിക്ക് പാട്ടാകാൻ കഴിഞ്ഞു എഴുത്തിൽ. അത് കഴിഞ്ഞ് ശ്രീനാഥ് ബാസിയുടെ ഒക്കെ ഒരു മൂവി അൽക്കറാമ എന്ന് പറഞ്ഞിട്ട് റഫീഖ് ഭായി ചെയ്യുന്ന ഒരു മൂവി ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഭാഗ്യം കിട്ടിയത് ഒരു ഹിന്ദി സോങ്ങാണ് ഞാൻ എഴുതിയത്. മലയാളത്തിൽ ആദ്യമായിട്ട് കുമാർ സാനു പാടുന്നു. അദ്ദേഹം നമ്മൾ 90s നന്നായിട്ട് ആസ്വദിച്ച് അദ്ദേഹം എൻ്റെ ആ പാട്ട് പാടിയതും എനിക്ക് വലിയ അഭിമാനമായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ള. ഇപ്പൊ ഇതാണ് ഒരു 3-4 പടങ്ങൾ എഴുതി ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമെന്നല്ല. മാത്രം പറഞ്ഞിട്ട് അതിലെ കുമാർ സാനു എന്ന് പറയുമ്പോൾ മാത്രം ചില ആൾക്കാർ ഈ കുമാർ സാനിനെ അനുകരിച്ച് ഭയങ്കര പാടുപെട്ട് പാടുന്നുണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ പാട്ട് എപ്പോഴാ എന്ന് വെച്ചിട്ട് വന്നു കഴിയുമ്പം ഈ ഷാന്റെ പാട്ടാണിത്, ഒരുത്തൻ കള്ളത്തൊണ്ട് വെച്ച് പാടാൻ വന്നിട്ട് അവൻ നമ്മുടെ ഗാനമേളയിലുള്ളതല്ല, അവനെ പാടിക്കണമെന്ന് ഇവന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് പറഞ്ഞേക്കാണ്. നമ്മൾ പറഞ്ഞ് നമുക്ക് 22 പാട്ട് നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടിരിക്കും, ഇവൻ പാടാതെ ഇനി നിങ്ങൾ പാടില്ല എന്നുള്ള അവസ്ഥ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ കൂട്ടുകാരൊക്കെ കൂടെ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാ. അപ്പൊ ഇവനാണ് വിനയം കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവന് വേണ്ടി ബാക്കിയുള്ളവർ നമ്മളെ പേടിപ്പിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇവൻ ശരി പാടാന്ന് വന്ന് പാടിയിട്ട് ദൈവം അതിൽ ഇടപെട്ടു. ദൈവം ഇടപെട്ടു 10 സെക്കൻഡ് കഴിഞ്ഞപ്പം ദൈവം ഇടപെട്ടിട്ട് എന്തോ പറ്റിയിട്ട് അവന്റെ ഒറിജിനൽ ശബ്ദം പുറത്തു വന്ന് പാടിയതാണേ. മറ്റേ ചാൻസി വാരിഷ് എന്നുള്ള പാട്ട് പുള്ളി ഒന്ന് പാടിയതാ. കുമാർ സാറിന്റെ വോയിസ് ഒക്കെ എടുത്തിട്ട് ശ്വാസം മുട്ടിപ്പോയിട്ടേ വലിയൊരു ശബ്ദം. ഈ സിറ്റുവേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു മുത്തസത്തെ കേട്ടിട്ടുണ്ടോ? ഇവിടത്തെ മുത്തസത്തെ അതിപ്പോ നാട്ടുകാരുടെ മൊത്തം മുത്തസത്തയായി, ഇവിടത്തെ മാത്രമല്ല. ഇപ്പൊ പല സ്ഥലങ്ങളും ശല്യം. ഇനി ഷാഫിയുടെ ഒരു പാട്ട് പാടിയിട്ട് അതെ, എന്റെ സ്വന്തം വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയ പാട്ടാണ് സുന്ദരി നീ ഒന്ന് ഗസലെ. അങ്ങനെ ഉണ്ടായ ഒരു സോങ് ആണ്. ഓക്കെ, അടിപൊളി. ഞാൻ ചിരിച്ചു പോയത് എന്താ അറിയോ? എന്നോട് പാട്ടിന്റെ ഇടയിൽ ചിരിച്ചു പോയി. ഞാൻ വിചാരിച്ചു പാഞ്ചാലിന്റെ കഥ ആൽബം ആക്കിയതാണോ. 4-5 ആളുകളുടെ ഓരോ വരിക്ക് ഓരോ നായകന്മാര്. അയ്യോ, ഈ കൗണ്ടറിന് വഴി കാട്ടേണ്ട ആവശ്യമില്ല. കക്ഷി നമ്മുടെ ട്രാക്കിലായി ഒരു വലിയ ട്രാക്കിലായി. സംഭവം വേറൊന്നുമില്ല, ഞാൻ മാത്രം കൊണ്ട് നടക്കുമായിരുന്നു പാട്ട് ഫുള്ള്. ഉടനെ അടിമാലിയുണ്ട് അച്ഛൻ ബാപ്പായും മോളും. അതിനിടക്ക് ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോകും. ഷാഫിക്ക് ഒരു വലിയ കൈഡ് കൊടുക്കട്ടെ. എന്തൊരു ഫീലാണ് ബൈ. ഇവന്റെ പാട്ടിന്റെ ഫീല് നിങ്ങൾക്ക് അനുഭവിക്കുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരു പരിപാടി മിനിമം 13 വർഷം മുമ്പ് സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ പരിപാടിക്ക് ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ടിവിയിലൊക്കെ വരുന്നുണ്ട്. കുറച്ച് ആരാധികമാർ അങ്ങനെ വല്ലപ്പോഴും ഒരു പെങ്കൊച്ചൊക്കെ വന്ന് മിണ്ടിയെന്നൊക്കെ ഉള്ള സമയത്ത് ഇവൻ വന്നൊരു ഇറങ്ങിയിട്ട് ഇവന്റെ ഒരു പാട്ടും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തോണ്ടല്ലോ എന്റെ പൊന്ന് ഇവനെ. ഞാൻ ഇതുവരെ ഒരു പാട്ടുകാരനോട് ഇത്ര അസൂയ എനിക്ക് ഫീൽ ചെയ്തിട്ടായിരുന്നു. സ്റ്റേജിന് ചുറ്റും പെമ്പിള്ളേർ, ഗ്രീൻ റൂം മുഴുവൻ പെമ്പിള്ളേർ, ഫ്രണ്ടിൽ മുഴുവൻ പെമ്പിള്ളേർ വന്നിട്ട് മിമിക്രി വേണമെങ്കിൽ പെമ്പിള്ളേർ പറയുന്നത് വേണ്ട ഷാഫി ചേട്ടാ പാടത്തെ, ഷാഫി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ ഇതേപോലെ എല്ലാ വചനങ്ങളും എല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി എനിക്ക് നാട്ടിൽ നല്ലപോലെ പോകാൻ പറ്റില്ല. നീ ആലപ്പുഴ നമ്മൾ ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ടോ? അതെ, ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേജിന്റെ സൈഡിൽ ഞാൻ നിന്ന് തേങ്ങുന്നത് കാണാൻ നിനക്ക് സമയമുണ്ടായില്ല. എന്നിട്ട് ഷാഫി ഇപ്പൊ പറയുന്നു ഞാൻ ഇല്ലാ വചനം പറയുന്നു, ഷാഫിക്ക് അറിയുന്നില്ല. ഒരു മിലിറ്ററിക്കാരിടുന്ന പോലത്തെ പാന്റ് ഇട്ടുകൊണ്ടാണ് നീ എന്ന് പാടുക. ശരിയാണ്, അതുവരെ ഓർമ്മ ഉണ്ട്. മിലിറ്ററിക്കാരൻ നിന്ന് ഇടുന്ന പാന്റ് ഇട്ടെന്ന് പാട്ട് പാടി
പാടിപ്പോൾ ഒരു മിമിക്രിക്കാരൻ നിന്ന് കരയേ. അതിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ല. എന്തൊരു പ്രാസം. അതാണ്. അല്ല, ഈ ആരാധികമാരെ പറ്റിട്ടൊന്ന് പറയൂ. കാരണം കൂടി അതും ഗേൾസ് ഫാൻസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സത്യം മൊമെന്റ് പറയാം, വീണ്ടും അത് ആവർത്തിക്കട്ടെ. ഞാൻ പാട്ട് ഞാൻ മാത്രമല്ല എന്റെ മേഖലയിൽ, ഞാൻ ചെറിയൊരു മേഖലയിൽ ആൽബം മീഡിയ എന്ന് പറയുന്ന മേഖലയിലുണ്ട്. പറയട്ടെ, ഈ ഷാഫി ഈ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ വാതിക്കെ നിൽക്കുക. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു എളിമ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എളിമ ഓപ്പറേറ്റ് ചെയ്ത് കളയുവാണ്. അത് ആഴ്ചക്ക് നമ്മളൊക്കെ മുടി വെട്ടൂലേ, അതുപോലെ എല്ലാ ആഴ്ചയും എളിമ എടുത്ത് കളയും ശരീരത്തിൽ. ഡയാലിസിസ് ചെയ്യുന്ന പോലെ എളിമ കളയുക. ഇനി ഇവിടെ എളിമ വേണ്ട ഷാഫി. മറുപടി പറയണ്ടേ? എന്നാ ഞാൻ പറയട്ടെ. ഭയങ്കര എന്റെ മേഖലയിൽ ഒരുപാട് മികച്ച കലാകാരന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അത് പറയട്ടെ, അവരുടെ എല്ലാവരുടെ പാട്ടും കേൾക്കും പോലെ, നിങ്ങളുടെ കലകളൊക്കെ ആസ്വദിക്കും പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെ എടുക്കുന്നുണ്ട്. നല്ലതാണെങ്കിൽ നമ്മളെ അടുത്ത് വന്ന് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയല്ലാതെ, പ്രത്യേകിച്ച് ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കും പോലെ ആരും എന്റെ പിന്നാലെ വന്നിട്ട് അയ്യോ നിങ്ങളില്ലാണ്ട് ഞങ്ങൾ മരിച്ചു പോകുന്നുണ്ടും പറഞ്ഞ കഥ ചരിത്രമേ ഇല്ല. ഭാര്യക്ക് ചെറിയ സംശയമുണ്ട്. എപ്പിസോഡ് കഴിഞ്ഞിട്ട് റസില ഇത് കേൾക്കുന്നുണ്ടല്ലോ. അതല്ല എന്റെ മനഃശാസ്ത്രം. ഞാൻ സൈക്കോളജി പഠിച്ചതുകൊണ്ട് എനിക്ക് അല്ല, ഇതിനിടയിലേ ഈ കാര്യം വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ചല്ലോ, അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഷിയാസുമായിട്ട് കെട്ടിച്ചല്ലോ. തിരിച്ചു വന്നപ്പോ അസീസ് എന്റെ ചെവി ചോദിക്കുക, ഭാര്യക്ക് സംശയം ഉണ്ടല്ലേ. എന്താ ചെയ്യാ? അല്ല, അപ്പൊ ചോദിക്കണേന്നറിയാം. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് വിശ്വസിക്കാതിരുന്നത്. കണ്ടോ, ആ ടി വിയിലിരുന്ന് എല്ലാരും പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഒടുക്കത്തെ വിനയവും തിളങ്ങുന്ന ചുപ്പേ. ശരി, ഇനി നിങ്ങൾ പറയും. ഇനി എന്ത് പറയാനാണ്? അതുപോലെ നിങ്ങൾ പറഞ്ഞോളൂ. നല്ല മനസ്സുള്ള ആസ്വദിക്കുന്ന പോലെ ഏതെങ്കിലും കണ്ടപ്പോ സ്റ്റേജിന്റെ ബാക്കിൽ നിക്ക നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ഓ ഒന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ കഥ വേണ്ട, ഈ കഥ വേണ്ട. അത്രേ ഉണ്ടാവാറുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ എന്റെ ഒരു ഭാഗ്യം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലല്ല, ഒരുപാട് ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട്. നിങ്ങളോ? നമ്മളും ഫാനാണ്. ഇവരുടെ കയ്യേല് വരെ കൊല്ലൻ ഷാഫിന്ന് പശുവത്തി വെച്ചേക്കാം. കണ്ടോ? ആർക്ക് വേണ്ടി പശുവത്തി വെച്ചേക്കാം? കണ്ടോ? ചെറിയാട്ടോ കൊല്ലം ഷാഫി. ആ സത്യം അത് കൊല്ലം സുധി എന്ന് പറഞ്ഞ് പുള്ളി ഇരുന്നത് കൊല്ലം ഷാഫിന്ന് ഇവിടെ പാട്ട് ആസ്വദിക്കുക എന്നുള്ള പിന്നെ ആസ്വാദകരുടെ ഇടയിലേക്ക് വന്ന് പാടാൻ കഴിഞ്ഞത് മാത്രമല്ല, എന്നെ പോലുള്ള ആളുകൾ വന്നപ്പോൾ ഉണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമ്പാക്ട്. അതായത് നമുക്ക് ഇത് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് പോലും എടുക്കുവാണോ? കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് വേണ്ട. നീ ആരാധികമാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അത് 4 വരിയിൽ അത് ആശയം വ്യക്തമാക്കി സ്വാരസ്യം വ്യക്തമാക്കുക. 1.5 പുറത്തിൽ കവിയാതെ വേണം ഉപന്യസിക്കാൻ. പറ്റുമെങ്കിൽ ചെയ്യും. നല്ല കൈയക്ഷരത്തിന് 2 മാർക്ക് തരും. ഇതേപോലെ ആരാധികമാരായിട്ട് ആരെങ്കിലും ഇതുവരെ അങ്ങനെ അയ്യോ ആരെങ്കിലും എന്താ ചെയ്യണ്ടേ? ഓപ്പറേഷൻ ചെയ്യാം. വന്നാൽ ഞാൻ പിഷാരടി ചേട്ടനെ ഏൽപ്പിക്കാൻ പോവാ. ആ നമ്പറൊക്കെ ഒരു ലിസ്റ്റ് ആക്കി പുള്ളിനെ ഏൽപ്പിക്കാം. എന്നിട്ട് വേണം പുള്ളിയുടെ പെണ്ണുമ്പോൾ പുള്ളിനെ ഫ്ലാറ്റിൽ നിന്ന് തള്ളി താഴെയിടാൻ. പുള്ളി വേറൊരു ലിസ്റ്റുമായിട്ട് നടക്കണ ആളാ. പിന്നെ വേറെ സാധനമുണ്ട്, സുധി പറയുക എന്റെ മാപ്പിളപ്പാട്ടും പാടിയാ മതിയായിരുന്നു. ഇതിൽ ഇവിടെ വേറെ ആർക്കും സംസാരിക്കാനൊന്നുമില്ലേ? അല്ലല്ല, അവനെ നമ്മളെ നിർത്തിയിട്ട് പെമ്പിള്ളാരുമായിട്ട് സംസാരിക്കണമെന്ന്. വേറെ ആർക്കും സംസാരിക്കാനില്ലേന്ന്. ഈ എപ്പിസോഡ് വീട്ടിലിരുന്ന് ഞാൻ കാണണോ അല്ല ഞാൻ നാട് വിട്ടതിന് ശേഷം ഫാമിലി കണ്ടാ മതിയോ? വീട്ടിലിരുന്ന് വെറുതെ സ്റ്റാർ മാജിക് കണ്ടാ മതിയായിരുന്നു ഇപ്പൊ തോന്നിപ്പോകും. ഞാൻ ഷാഫിക്കയുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളെ മേഖലയിൽ നിന്ന് ഞങ്ങൾ വാർത്തെടുത്ത ഒരു നടിയെ നിങ്ങളുടെ ഫ്ലോറിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ശരി, ആ വാർത്തെടുത്ത നടി വാർക്കക്കുറ്റി പോലെ നിൽക്കുന്നല്ലാതെ ഒന്നും പറയാറില്ല. ഞങ്ങളുടെ ഷാഫി ഒരു എപ്പിസോഡ് കഴിഞ്ഞ് പോയാലും ഷാഫി ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന എളിമ കാലങ്ങളോളം ഈ ഫ്ലോറിൽ തടഞ്ഞു വീഴും. എളിമ തടഞ്ഞു വീഴും. ഈ സത്യങ്ങളുടെ ചുരുളുകള് അസീസ് കഴിഞ്ഞ ആഴ്ച വെറുതെ ഇരിക്കുമ്പോ വീട്ടിൽ ഇരുന്ന് പറഞ്ഞിട്ട് ചാർലി ചാപ്ലിൻ എന്റെ മുമ്പിൽ ഒന്നും അല്ല. അസീസിന് ആരെങ്കിലും വല്ലതും ചെയ്തോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് വൈഫ് കടിഞ്ചായ തലയക്കട ഒഴിച്ചു. അങ്ങനെയാണ് ഈ 2 സൈഡിലെ മുടി വരെ പോയത്. ഞാൻ പറഞ്ഞു. അതുപോലെ പറയൂ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ മറ്റ് കലാകാരന്മാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ വന്ന് പെടുന്നതിന് മുമ്പേ ഒരു 10 വട്ടം ആലോചിച്ചിട്ട് ഇവര് വിളിക്കും. പക്ഷേ ജീവനിലും ദാമ്പത്യ ജീവിതത്തിലും കൊതിയുള്ളവർ വരരുത്.
Once again, let's welcome Kollam Shafi to Star Magic. ഇനി കളർ മാറാണമോ? അങ്ങനെ ബോർഡ് എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. SLC അതുപോലെ തന്നെ +2 എക്സാംസ് ഒക്കെ ദാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പരീക്ഷ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഈ ഒരു സമയത്ത് ആ ഒരു ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സിലബസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഓരോ മൊഡ്യൂൾ വെച്ചിട്ട് ഈ ബോർഡ് എക്സാംസിന് നിങ്ങളെ വേണ്ടത്ര രീതിയിൽ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് യൂസ് ചെയ്തിട്ട് പരീക്ഷ പേടിയെല്ലാം പമ്പ കിടത്താം കേട്ടോ. ശരി, അപ്പൊ ഇതിലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ റേറ്റിംഗ് ഇങ്ങനെ കേറി വരുമ്പോ ഈ സോപ്പ് പതയും അതുപോലെ വെളിച്ചെണ്ണയും ഇതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വേറെ ലെവൽ ചിന്തിക്കുകയാണ്. ഭയങ്കര ടെക്നോളജി ഉള്ള ഒരാളെ ഈ അടുത്ത് ഞാൻ കളമശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിലും ആ ഒരു ടെക്നോളജി അദ്ദേഹത്തിന്റെ മാസ്റ്റർ ബ്രെയിനിൽ ഉദിച്ചു. ശരിക്കും ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ജനറേഷൻ കാലത്തിൽ വരേണ്ട ഒരു ടെക്നോളജിയാ. അത് അദ്ദേഹം ഇപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മിസ്റ്റർ ഷിബു മാത്യു അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച ആ ഒരു ടെക്നോളജി ഞാനിങ്ങനെ ഊറ്റിയെടുത്ത് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക് ഒരു ഗെയിം കളിപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഇനി ബലൂണൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. എന്ത് ബലൂൺ എവിടത്തെ ബലൂൺ അങ്ങനെയല്ല. പക്ഷെ ഇന്നത്തെ ദിവസം ഫുൾ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഗെയിംസ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു കേസ് വെച്ചോട്ടെ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, അവരെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു, അവരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പൂട്ടിയിട്ടേക്കുന്നത്. ശരിയാക്കി തരാം. എന്താണ് ഗെയിം എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഏകദേശം മനസ്സിലാവും. നിങ്ങളാണ് ഈ ടെക്നോളജീസ് എന്താ പറയാ അഡോപ്റ്റ് ചെയ്ത് കളിക്കാൻ ഭാഗ്യവാന്മാരെന്ന് നിങ്ങൾ വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇതിലും ലാന ടെക്നോളജീസ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രചാരമേറിയിട്ടുള്ള ടെക്നോളജിയാണ്. നമ്മുടെ കളമശ്ശേരിയിൽ ഡെവലപ്പ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ഫുൾ ആയിട്ട്. സോ ലാന ടെക്നോളജീസ് ഇറ്റ്സ് ഓൾ അബൌട്ട് CCTV ആൻഡ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്. അപ്പം അവരുടെ ടെക്നോളജിയാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ശരിക്കും ഇന്നത്തെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലുണ്ടല്ലോ വേണ്ട രീതിയിൽ നമുക്ക് സേഫ്റ്റി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും വലിയ മോൾസിലാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നോളജീസ് നമ്മൾ ഇവിടെ കാണിക്കാൻ കേട്ടോ. ഒരു ഗെയിം രൂപേണ. സൂചേട്ടാ വീട്ടില് കള്ളം കയറിയിട്ടുണ്ടോ? ഒരു കള്ളം സുധിച്ചേട്ടൻ എപ്പൊക്കെ കയറണു എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി. അനു എപ്പോഴെങ്കിലും കള്ളം കയറിയിട്ടുണ്ടോ വീട്ടില്? കള്ളം കേറിയിട്ടുണ്ട്. ആരായിരുന്നു? ഞാൻ ഉറങ്ങി കിടന്ന് പറഞ്ഞില്ലേ കള്ളം കള്ളക്കാമുകനാന്ന് മാത്രം. അവള് പുറകെ കിടന്നപ്പോ അരഞ്ഞാണ് കടിച്ചെടുത്തിട്ട് പോയത്. ഏത് മീശമാത്തവരായിരുന്നു? ആരുടെയെങ്കിലും വീട്ടില് കള്ളം കയറിയിട്ടുണ്ടോ? വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ വിലപ്പെട്ട 2 കോഴികളെ കൊണ്ടുപോയി. വിലപ്പെട്ട കോഴി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരെന്താണ്? സ്വർണ്ണമാണോ? സ്നേഹം നൽകി വളർത്തി ഞങ്ങൾക്ക് ഡെയിലി മുട്ട തന്നോണ്ടിരുന്ന കോഴികളെ കൊണ്ടുപോയി. മുട്ട് തരണ കോഴിയോ? ഞങ്ങളുടെ ഹോസ്റ്റലില് കള്ളം കയറിയിട്ടുണ്ട് പകല്. സുന്ദരനായിരുന്നു നോക്കണം. അല്ല, അവിടെ ഉള്ളൊരു കൊച്ചിനെ ഉണ്ടല്ലോ കയ്യും കാലും കെട്ടി കട്ടിലിനടിയിലിട്ടു. ആണോ? സത്യം. ഈ കൊച്ച് ആ കൊച്ചാണോ? ഈ കൊച്ചാണോ? ആ കൊച്ചിന്റെ കൈ കെട്ടിയ വള്ളി അതിന്റെ പുറകിലുണ്ട്. തിരിച്ചു ചോദിച്ചേ. ആ വള്ളി വെച്ചിട്ടാണ് കൈയും കാലും കെട്ടിയത്. എന്റെ വീട്ടിലും കയറിയിട്ടുണ്ട്. ഞങ്ങള് പിടിച്ചു. പക്ഷെ പിടിച്ചിട്ട് നല്ല ഇടി കൊടുത്തു. അതും ഐശ്വര്യന്റെ വീട്ടില്. ഐശ്വര്യന്റെ വീട്ടിൽ കയറിയ കള്ളം പിന്നെ ജീവിച്ചിട്ടുണ്ടോ? പിടിച്ചു കള്ളം കയറിയില്ല. ആ കള്ളന് വീഡിയോട്ട് വില്ലൻ ചോദിക്കണം. അന്ന് ശരിക്കും പറഞ്ഞാൽ കള്ളം കയറിയപ്പോ നമുക്ക് പിടിക്കാൻ പറ്റാഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അപ്പൊ ഫുൾ നശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ മൊത്തം ചെളിയോണ്ട് ഇങ്ങനെ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. ഷിയാസിന്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞല്ലോ. അവിടെ ടേപ്പർ കാർഡ് വെച്ചിരുന്നത് ആ കളർ അറിയാൻ ടേപ്പർ കാർഡ് ഇട്ടപ്പോഴത്തെ അതിനകത്തുനിന്ന് മുത്തേ സത്തേ അവൻ അടിച്ചിട്ട് പോയി. ശരി, അപ്പം ശ്രീവിദ്യയുടെ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടോ? ചേച്ചി എന്റെ വീട്ടില് കള്ളനും കേറിയിട്ടില്ല. കള്ളം കയറി നിങ്ങൾ ചോദിക്കണില്ല. എന്റെ വീട്ടിൽ ഏറ്റവും ഈസി ആയിട്ടാ കീ വെക്കാം. എന്റെ വീട്ടിൽ മാത്രം വന്നില്ല. നമ്മള് മറ്റേ കള്ളൻ എന്ന് പറഞ്ഞ മഹാബലിയല്ലേ വർഷത്തിലൊരിക്കൽ വീട്ടിൽ കയറി വരാൻ. എന്റെ വീട്ടിൽ മാത്രം വന്നില്ലെന്ന് പരാതി. ഇനി കേരളത്തില് ഒരു സ്ഥലത്തും കള്ളൻ കേറില്ല. അതിപ്പോ ഓഫീസ് സ്ഥാപനങ്ങളിലാവട്ടെ സെക്യൂരിറ്റി അതുപോലെ തന്നെ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ ലാന ടെക്നോളജി. ലക്ഷ്മി, ശ്രീവിദ്യ വയ്ക്കുക. ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്താ നമ്മുടെ കള്ളന്മാരുടെ ഓഡിയൻസ് പിണങ്ങി പോവുക.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാന ടെക്നോളജീസിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ടെക്നോളജീസ് ഇപ്പൊ ഈവൻ പോലീസുകാരാണെങ്കിലും ബിനാനിപുരം, അതായത് അവിടുത്തെ പോലീസുകാരാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിൽ വരെ ഈ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് ഈവൻ പോലീസ് സ്റ്റേഷനിൽ കള്ളന്മാരെ വരെ പിടിച്ചിട്ടുണ്ട് പോലീസ് ഒഫീഷ്യൽസ്. അത്രയും ഹൈ ക്വാളിറ്റി എൻഷർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കേട്ടോ ഇത്. സംഗതി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കുട്ടി ഗെയിമിലേക്കല്ല, നല്ല ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ഗെയിമിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ടെക്നോളജിക്കൽ ഗെയിമിലേക്ക് പോകുന്നത്. ആൻഡ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ലാന ടെക്നോളജീസ്. അപ്പം ലാന ടെക്നോളജിയുടെ കുറച്ച് ടെക്നോളജിക്കൽ സിസ്റ്റംസ് എന്താണെന്ന് നമ്മൾ ഒരു ഗെയിം രൂപേണ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരികയാണ്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ടീമായിട്ട് നമ്മൾ നിൽക്കുന്നു. ഒരു ടീമിൽ 6 പേര് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിലെ പാവങ്ങൾ 2, ഒരു കള്ളിയെയും ഒരു കള്ളനെയും ഈ ഗെയിമിൽ കേട്ടോ. ശരി, അപ്പൊ ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് ഒരു ടീമിൽ നിന്ന് അവിടെ വരിവരിയായിട്ട് ട്രെയിൻ പോലെ നിൽക്കണം. ഇപ്പുറത്തും ബാക്കിയുള്ള 5 പേര് വരിവരിയായിട്ട് ട്രെയിൻ പോലെ നിൽക്കണം. ആൻഡ് ഇവർക്ക് നമ്മളൊരു വൈറ്റ് മാസ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്ക് ആൻഡ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതായത് അവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് മാസ്ക് ആൻഡ് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ ഡിവൈസ് ആണ്. സംഗതി ഇത് ഭയങ്കര ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. നമുക്കൊരു തരി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മാസ്ക് വെച്ചിട്ടില്ലെങ്കിലോ നമുക്ക് അടുത്ത ലെവലിലേക്ക് കിടക്കാൻ പറ്റില്ല. കോവിഡ് കാലമാണ്, നമ്മളെല്ലാവരും മാസ്ക് വെക്കണം. നിങ്ങൾ മാസ്ക് വെച്ചിട്ടില്ലേ ഡിറ്റക്ഷൻ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ വിടില്ല. അങ്ങനെയാണ്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതൊരു സ്ക്രീൻ ആണ്. അവിടേക്ക് നമ്മൾ ഈ ഒരു വൈറ്റ് മാസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുക. അപ്പം നമ്മുടെ ടെമ്പറേച്ചറും മാസ്കും നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറയും, നിങ്ങൾ അലൗഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവൽ എൻട്രി കിട്ടും. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. സാമർത്ഥ്യമുള്ള ആൾക്ക് ഏറ്റവും ആദ്യം അപ്പുറത്തേക്ക് വരാൻ പറ്റും, അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റും. ഇവിടെ ഒരു ഇടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാരണം 2 ടീം ഒരുമിച്ചാണല്ലോ. ഇവിടെ മാസ്ക് വെച്ചതിന് ശേഷം ആർക്കാണോ ആദ്യം ഇതിനുള്ളിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റുക അവരായിരിക്കും ഫസ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ മാസ്ക് ഇവിടെ വെക്കണു. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു പേഴ്സണൽ കാർഡ് ഉണ്ടായിരിക്കും. ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പോൾ ഒരു കാർഡ് ഉണ്ടാവില്ലേ. എന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ലാന ടെക്നോളജീസിന്റെ ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിലേക്കാണ്. ഇത് ആക്ച്വലി നമ്മൾ ഗൾഫിലൊക്കെ മോൾസിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ടേൺ സ്റ്റൈൽ ഗേറ്റ് ആണ്. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ കിടക്കാൻ പറ്റും? നമ്മുടെ ഈ ഒരു ആക്സസ് കൺട്രോൾ കാർഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആക്സസ് ചെയ്യണം. നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ അഭിമാനത്തോടുകൂടി അപ്പുറത്തേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെയും ഒരു ക്യാമറ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ക്യാമറ ഉണ്ട്. അതുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. കളിക്കാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളത് നമുക്ക് വഴിയെ കാണാട്ടോ. ഓക്കെ, അങ്ങനെ ഈ കാർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാന ടെക്നോളജീസിന്റെ ആക്സസ് കൺട്രോൾ സിസ്റ്റം ആണിത്. അതിനുശേഷം നമ്മൾ വരുന്നത് എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പില് 2 ടീമിനും വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ ചാവീസ് കീസ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കീ അവരെടുക്കുകയാണ്. കീ എടുത്തതിന് ശേഷം ഈ ചാവിയും കൊണ്ട് ലാന ടെക്നോളജീസിന്റെ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോകണം. അല്ല, ഞാൻ പോയി അടിക്കില്ല, കാരണം മെറ്റൽ ഇല്ലല്ലോ. എനിക്ക് കള്ളത്തരം ഞാൻ പോകണം. ചിലപ്പോ ടാറുണ്ടാവും കയ്യില്. അത് കള്ളത്തരമുള്ളതുകൊണ്ടല്ല. മെറ്റലുണ്ട്, അതുപോലെ തന്നെ എന്റെ മോതിരത്തിൽ മെറ്റലുണ്ട്. അതുകൊണ്ടല്ല, എന്റെ കള്ളത്തരം ഓരോ ലോക കള്ളി പോണോ. അപ്പൊ ശശാങ്കന് കളിക്കാൻ പറ്റില്ല. ഇല്ലല്ല, അര മൊത്തം രക്ഷയാ. ശരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് AI ഫേസ് ഡിറ്റക്ഷൻ ക്യാമറയാണുള്ളത്. മറ്റൊരു പ്രത്യേകത, ലാന ടെക്നോളജീസ് എല്ലാ ഇമോഷൻസ് വരെ ഒപ്പിയെടുക്കും. അതായത് ഇതിങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളുടെ മുഖത്ത് ഭയങ്കര ചിരിയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര സാഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒപ്പിയെടുത്തിട്ടായിരിക്കും ഇത് നമ്മളെ സ്ക്രീൻ ചെയ്യണ്ടായിരിക്കുക. അറ്റ് ദ സെയിം ടൈം എത്ര ആൾക്കാർ ഇതിൽ കൂടെ പാസ് ചെയ്തു എന്നുള്ള കൗണ്ട് വരെ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഇമോഷൻസ് ഇതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ടാസ്ക് ഇവിടെ വരണേ, ഇത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ആണല്ലോ, പക്ഷെ നമ്മുടെ കയ്യിൽ ചാവിയുണ്ട്. എങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് കടക്കും? അവരെ രക്ഷിക്കുകയും വേണം. ഓക്കെ, അത് നിങ്ങളുടെ ബുദ്ധിയാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാസ് ചെയ്യാം, പക്ഷെ അലാം അടിക്കാൻ പാടില്ല. ലാനയാണെങ്കിൽ ഭയങ്കര കൂർമ്മ ബുദ്ധി ആയതുകൊണ്ട് ഒരു തെറി മെറ്റലിന്റെ അംശം കണ്ട അപ്പൊ അലാറം അടിക്കും. അതിനുശേഷം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലെ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങളുടെ ടീം മെമ്പർ ആരാണോ
പാവം ഇവരെ ഒന്ന് രക്ഷിക്കണം. എല്ലാ ചാവിയും നിങ്ങൾക്ക് ഇട്ട് നോക്കാം. അങ്ങനെ ഏതെങ്കിലും റിലീസ് ആവുകയാണെങ്കിൽ രണ്ടും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരണം. അവർക്ക് 1 പോയിന്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ. ആൻഡ് മറ്റൊരു കാര്യം, എല്ലാ തവണയും ഞാൻ പറഞ്ഞു പറ്റിക്കുന്ന പോലെയല്ല, നമ്മുടെ ലാന ടെക്നോളജീസ് ഒരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഗെയിം ജയിക്കുന്ന ആ ഒരു ടീമിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ഉണ്ട്. അതിപ്പോ പറയണ്ടായിരുന്നു. എന്താ ഐശ്വര്യ അത് അടിച്ച് പൊട്ടിക്കുമോ? ജയിക്കാൻ വേണ്ടി അത് പൊട്ടിക്കും. ഇല്ലല്ല. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ലാന ടെക്നോളജി. ലാന ടെക്നോളജീസ് എന്നുള്ള ഗെയിം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Mission in circle. Normal temperature, no mask. Normal temperature. വെരി ഗുഡ്. ലാന ടെക്നോളജീസ് അങ്ങനെ എളുപ്പം കൊണ്ടൊന്നും പിടിയേറില്ല. കള്ളത്തരം ഉണ്ടോ? അവിടെ നിൽക്കാം. എടി ഒന്ന് പെട്ടെന്ന് വാ. പാന്റ് കേട്ടിടൂ. കയ്യിലൊരു മെറ്റൽ ഉണ്ട് കേട്ടോ, ബ്രേസ്ലെറ്റ് ഉണ്ട്. എല്ലാവരും ഈശ്വര കിട്ടിയോ? വെരി ഗുഡ്. അനു 1 പോയിന്റ്. സൂപ്പർ, അടിപൊളി. Mission in circle. No mask. Normal temperature. No mask. Normal temperature. എടി കൊച്ചേ, ദോശ മറിച്ചിടുന്നതിന് മറിച്ചിട. ഓടിയോ ഓടിയോ. നോ രക്ഷ ഡൈന. ഇങ്ങനെ കിടക്കും. സൂപ്പർ, അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന അയ്യോ, ഞങ്ങളുടെ ലാന ടെക്നോളജി ഐഷു വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. 1 പോയിന്റ്. No mask. Normal temperature. അടിച്ചു ശിശു, അടിച്ചു. ഏലത്തില്ലട്ടോ. അയ്യോ, ശശാങ്കന്റെ ഏലസ് അടിച്ചില്ല കേട്ടോ. അതാ വന്നേ. ആ, അതിന്റെ ഉള്ളിൽ തന്നെ ഇടരുത്. ഓടാ അങ്ങട്. വെരി ഗുഡ് ശശു, സൂപ്പർ. Normal temperature. No mask. ഓക്കെ. ഇതാരേ പോണേ? സുധിച്ചേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ല. അതാടാ. അടുത്തതായി ഷിയാസ്. വെരി ഗുഡ് സുധിച്ചേട്ട, അടിപൊളി. In circle. No mask. ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് അവിടെ ആരാ പറഞ്ഞേ? അടിച്ചാ. പൊള്ളാവേ, പണി വാളുവോ? കമന്ന് കിടന്നിട്ട് അരണം എന്നായിരിക്കും. വാ, അത് കുഴപ്പമില്ല. ഇനി അത് മാത്രമേ ഉള്ളൂ. വേഗം നോക്ക്, വിട്ടോ. ഞങ്ങള് വീണ്ടും അഴിച്ചു. വെരി ഗുഡ് ഷിയാസ്. Mission in circle. ചാപ്പിക്കാരന്റെ ചാവി കാണാനില്ല. കിട്ടി. ഷിയാസിന്റെ കഴുത്തിൽ കുറെ മാറി. അനു ഓടി വാ. ഇവിടെ പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയോണ്ട് ഇതൊക്കെ എളുപ്പാ. എനിക്ക് വേറെ ഇല്ല.
എനിക്ക് വേറെ ബ്രാഞ്ചുകളില്ല. അണ്ണാ come on. തള്ളി നോക്ക്. അത് പറ്റില്ല. അല്ല എന്ത് പരിപാടി അത്? എടാ കള്ള. സാമർത്ഥ്യമുള്ളവർക്ക് ഗെയിം കളിക്കാം. അടിപൊളി അടിപൊളി. സാമർത്ഥ്യമുള്ളവർ അങ്ങനെ കളിച്ചാൽ സാമർത്ഥ്യമുള്ളവർ കാര്യക്കാരന്മാരും നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് വിനു അടിമാലി ടീം. വിനു അടിമാലി ആൻഡ് ടീം. ലക്ഷ്മി, ഈ ഗെയിമിൽ തോറ്റത് ഞങ്ങള് ദുഃഖിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടീം എയർപോർട്ടിൽ എവിടെ പോയാലും വൺ ചെക്കിംഗ് ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എത്രത്തോളം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് ലാന ടെക്നോളജീസ് എന്നുള്ളത് ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. മെറ്റൽ ഡിറ്റക്ടർ, അതായത് ചെറിയൊരു മെറ്റൽ വരെ ഉണ്ടെങ്കിൽ അത്രയധികം ഇഴഞ്ഞാണ് പോയി മറ്റേ ബീപ്പ് കേൾക്കാതെ പോയി. പക്ഷെ അത് ഒരിക്കലും എയർപോർട്ടിൽ സംഭവം നടക്കില്ല. എഴഞ്ഞു പോകുന്നത് പറ്റൂലെന്ന് പറയാൻ എത്രയോ തവണ ബിനു അടിമാലി എയർപോർട്ടിൽ കൂടി എഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എയർ ഹോസ്റ്റസ്മാരും ഫ്ലൈറ്റിലുള്ളവരും പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഇവന് സാധനം കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ എഴിഞ്ഞോണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എയർ ഹോസ്റ്റസ് മകുടി ഊതി ഫ്ലൈറ്റിൽ കയറ്റി കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിന് ഞാൻ അങ്ങനെ പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ ലാന ടെക്നോളജീസ് നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അതൊരു ഗെയിം രൂപേണ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ, എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത്. ഈ ലാന ടെക്നോളജീസിന്റെ ഉടമസ്ഥൻ ഷിബു മാത്യൂസിനെ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ പോയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്, സുഹൃത്താണ്. ഈ സൗദി അറേബ്യയിൽ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചാട്ടക്കടിയും വെട്ടും കുത്തുമൊക്കെ നടക്കും. അതുകൊണ്ട് അത്ര കണ്ട് കള്ളത്തരം ചെയ്യില്ല. പുള്ളി ഇവിടെ കേരളത്തിൽ ബ്രാഞ്ച് തുടങ്ങുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സൗദിയിലെ ടെക്നോളജി ഒന്നും അല്ല കേരളത്തില്. ടെക്നോളജീസിന്റെ ഒരു കാര്യം പറയണം. ഇപ്പൊ ഒരു എല്ലാ ഹോട്ടലുകളിലും നമ്മുടെ കൈ ഉണക്കാനുള്ള ഒരു സാധനമൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ അതിന്റെ അടി കൈ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈ ഉണങ്ങും. പക്ഷെ ഒരു 15-16 വർഷം മുമ്പ് വിദേശത്ത് പോയപ്പം ഒരു പാട്ടുകാരിയുടെ അച്ഛനും എന്റെ കൂട്ടത്തിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഇല്ല അങ്ങനെ നേരെ ഞങ്ങള് ടോയ്ലറ്റിൽ പോയിട്ട് കൈ കഴുകി കഴിയുമ്പം ഞാൻ ഇതിനടിയിൽ ഇങ്ങനെ കൈ വെച്ചു. സംഭവം നല്ല ചൂടുകാറ്റ് വന്ന് ഉണക്കിയിട്ട് പോയി. അപ്പൊ ഈ പാട്ടുകാരത്തിയുടെ അച്ഛൻ ഇങ്ങനെ നോക്കിയപ്പം എന്തുകൊണ്ടാണ് ഇതിൽ വന്നത്, ഇതിന് സ്വിച്ച് ഒന്നും കാണുന്നില്ല, നല്ല മുട്ട പുഴുങ്ങിയിട്ട് തൊണ്ട് കളഞ്ഞു വെച്ച പോലെ ഭിത്തിയിലൊരു സാധനം ഇരിക്കും, ഇതിൽ കൈ വെച്ചപ്പോൾ എങ്ങനെയാണ് ഒച്ച വരുന്നത് മനസ്സിലായി. പുള്ളി കുറച്ചു നേരം അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്തുനിന്ന് ഈ കാറ്റ് വന്ന് അപ്പൊ പുള്ളി ഓർത്തു ഇതിനകത്തുനിന്ന് പറഞ്ഞ ഈ ശബ്ദം സെൻസ് ചെയ്തിട്ടാണ് ഈ സാധനത്തിൽ നിന്ന് കാറ്റ് വരുന്നതെന്ന് ഓർത്തിട്ട് പിറ്റേന്ന് രാവിലെ കൈ കഴുകിയിട്ട് അതിന്റെ അടുത്ത് വന്നിട്ട് ഒച്ച എടുത്തിട്ട് അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കാറ്റ് വന്ന് കൈ കഴിച്ചു. നന്നായിരിക്കും സാധനം. എന്നാലും തിരക്കേടില്ല. അപ്പോ ഏതായാലും ഈ ഒരു ഗെയിം ജയിച്ചിട്ടുള്ളത് നമ്മുടെ ബിനുചേട്ടന്റെ ടീമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. ലോകത്തിന് താഴെയുള്ള എന്ത് ടെക്നോളജി ഉണ്ടെങ്കിലും അതിനിടയിൽ കള്ളത്തരം കാണിക്കുന്ന അസീസിനായിക്കോട്ടെ ബെസ്റ്റ് പെർഫോമർക്കുള്ള ഒരു അവാർഡ് നമ്മുടെ നാട്ടിലാണ് ഈ ഒരു ടെക്നോളജി ശരിക്കും ഡെവലപ്പ് ചെയ്തത് എന്നുള്ളൊരു കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാന ടെക്നോളജീസിന്റെ വക ഒരു ഓഫറും കൂടി ഉണ്ടായിരുന്നു ഫ്രം ദ MD, അതായത് ഷിബു മാത്യു. അപ്പൊ ഏതായാലും അദ്ദേഹം ഒരു ഓഫർ തന്നിരുന്നത് ജയിച്ച ടീമിന് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ ഏതായാലും ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. ലാന ടെക്നോളജീസിന്റെ MD ഡോക്ടർ ഷിബു മാത്യു. അദ്ദേഹത്തെ നമ്മൾ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സർ, പ്ലീസ്.
അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് പ്രചാരമുണ്ട് നമ്മുടെ ലാന ടെക്നോളജീസിന്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കളമശ്ശേരിയിലാണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലേ? എന്താണ് ഇങ്ങനെ ഒരു ആശയം? ഓ സാറിന് മൈക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഇട്ട് കിട്ടൂല, ജയിച്ച ടീമിനെ ഉള്ളൂ. അതെ അതെ, ഭയങ്കര ആവേശം. ഇത് ഗൾഫിലുള്ള സ്ഥാപനമാണ് നമ്മളുടെ മെയിൻ ബ്രാഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ലാന ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ സെക്യൂരിറ്റി സൊല്യൂഷൻസ് അതൊക്കെ പരിചയപ്പെടുത്താനായിട്ടും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സുമായിട്ട് നമ്മൾ ഇവിടെ സ്ഥാപനമുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ തന്നെ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ. അന്ന് നമ്മുടെ ചോട്ടാസൊക്കെ ഇരുന്ന് പാടുമ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്നു കേട്ടോ. ഒരു കലാകാരനും കൂടെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ ഫ്ലോറിൽ വന്ന എല്ലാവരും പാട്ടോ ഡാൻസോ എന്തെങ്കിലും ചെയ്യും. അന്ന് ഞാൻ ആസ്വദിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പാട്ടേ ചോദിക്കണല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ലാന ടെക്നോളജീസ് വെച്ചിട്ട് അതിപ്പോ ഓഫീസിലാണെങ്കിലും റെസിഡൻഷ്യൽ ഏരിയാസിലാണെങ്കിലും ഒക്കെ ഈ ടെക്നോളജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ തോന്നിയ ആ ഒരു ആശയം എന്താ? സ്റ്റാർ മാജിക് ഓൾറെഡി ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് കിട്ടും, ആൾക്കാർക്ക് മനസ്സിലാകും, പിന്നെ നിങ്ങൾ ഗെയിമിലൂടെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ പറ്റും, കുട്ടികൾക്ക് വരെ മനസ്സിലാവും. ഈവൻ നമ്മുടെ പോലീസ് ഓഫീഷ്യൽസ് വരെ ഈ ഒരു സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ കള്ളനെ പിടിക്കാൻ. അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അത് ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ അവിടെ റെസിഡൻസ് അസോസിയേഷൻ വക അവരുടെ റെസിഡൻസ് മൊത്തം ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളന്ന് അത് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ അസീസേ ആ പ്രദേശത്ത് ഇനി ഇറങ്ങി നടക്കണ്ട, ടെക്നോളജി പൊക്കും, കൈയോടെ പിടിക്കും. ഓക്കെ. അപ്പോ നേരത്തെ നമ്മൾ അറിഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനും കൂടെയാണ്. അതുകൊണ്ട് ഒരു 4 പേര് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക്. കലാകാരനൊന്നുമല്ല, ആസ്വാദകരാണ്. ഈ ഫ്ലോറിൽ കാലി ചവിട്ടിയാ കലാകാരനാവും. ഇവരോട് നിൽക്കുമ്പം നമ്മളായി പോവും. നമ്മൾ ആരും പാട്ടുകാരല്ല, അതുകൊണ്ട് ഇവിടെ എന്തും പാടാം. അത്രേ ഉള്ളൂ. मेरे सपनों की रानी कब आएगी तू, मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. प्यार की कलियां, बाहों की कलियां, सब रंग रलियां पूछ रही है. प्यार की कलियां, बाहों की कलियां, सब रंग रलियां पूछ रही है कि तू पनघट पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू, मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया. फूल से खिल के पास दिल के, दूर से मिल के चैन आए, फूल से खिल के पास दिल के, दूर से मिल के चैन आए, और कब तक मुझे पढ़ पाएगी तू, मेरे सपनों की रानी कब आएगी तू, मस्तानी कब आएगी तू, बीत जाए जिंदगानी कब आएगी तू, चलिया तू चलिया, चलिया हाँ तू चलिया. പാടില്ല എന്നൊക്കെ, പക്ഷേ ഡേ ടു ഡേ ബിസിനസ് റുട്ടീൻസ് അത്രയും എന്താ പറയുക ഹെക്ടിക് ആയിട്ടുള്ള മീൻസ് അങ്ങനത്തെ ഒരു ഡേ ടു ഡേ റുട്ടീൻസിൽ കൂടിയാണ് പോണേ. പക്ഷെ ആ ഒരു കലാകാരൻ പുറത്തു വന്നു, നമ്മൾ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ എന്ത് രസമായിട്ട് പാടി, ഭയങ്കര വൈബായിരുന്നു.
വീട്ടിൽ മാത്രം ഭാര്യയുടെ അടുത്ത് പാടുന്നതാണിത്. ഇപ്പൊ ആരും കണ്ടിട്ടില്ല. ഇത്രയും നന്നായിട്ട് പാടാൻ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഷിയാസിന്റെ പാട്ട് പാടിയ എപ്പിസോഡ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇല്ലാതെ ഇങ്ങനെ പാടാൻ കഴിയില്ല. അത് മാത്രല്ല പുള്ളിക്ക് ആ പാട്ടുന്നതിന്റെ ഇടയിൽ കൃത്യമായിട്ട് സുധിയണ്ണനെ നോക്കിയിട്ട് ചളിയാ ചളിയാ അത് മാത്രം ഇത്രയും പേര് നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം പുള്ളി ലക്ഷ്മിയായിട്ട് ഷെയർ ചെയ്യും, കിളിക്കൊക്കെ കൊടുക്കും. പക്ഷെ സുധിയണ്ണനെ കാണുമ്പോൾ ചളിയാ അത് നിങ്ങളുടെ കൂടെ ഷിയാസ് നിൽക്കുക, പ്രതികരിക്കണം. This is all about the MD of Lana Technologies, Dr. ഷിബു മാത്യു. ഒരു വലിയ കൈഡി എടുക്കാം. അപ്പം ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക് തന്നെ തിരഞ്ഞെടുത്തതെന്ന്, നമ്മുടെ ഈ ഷോയിൽ തന്നെ ഇങ്ങനെ ഒരു ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് എത്തിയെന്ന്. ഒരു വലിയ കൈഡി എടുക്കാണ്. അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കഴുത്തി കിടക്കുന്ന സ്വർണ്ണമാല ഇപ്പൊ ഒരു അസീസിന് ഇട്ട് കൊടുക്കും. ചെയ്യൂ. ഒരു പാട്ടുകാരൻ ഇവിടെ നിൽക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? ഞാന് ചെറുതായി പാട്ടുമൊക്കെ പാടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവരിടയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാടിയിട്ട് ഒന്ന് നിൽക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ കംപ്ലീറ്റ് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ള അടുത്ത ഐറ്റം ആലോചിക്കണം. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഇദ്ദേഹം വാക്ക് പാലിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ, ലാന ടെക്നോളജീസ് എന്നുള്ള ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് വിനുചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു വിനു, അടിമാലി ആൻഡ് ടീം. ജയിച്ച ടീമിനുള്ള ഗിഫ്റ്റ് ആണ്. ക്യാപ്റ്റനേറ്റ് വാങ്ങുന്നു. ലാന ടെക്നോളജീസിന്റെ ഒരു ഉപഹാരമാണ് MD മിസ്റ്റർ ഷിബു മാത്യു, ഡോക്ടർ ഷിബു മാത്യു അദ്ദേഹം നൽകുന്നത്. ജയിച്ച ടീമിലെ എല്ലാ മെമ്പേഴ്സിനുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ പോയാലും ഒരുപാട് ഗെയിം കളിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ച് ഞാനും കരണമെന്നുണ്ട്. ഇന്ന് വരെ ഒരു മുട്ടായി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്കില്ലല്ലേ? നിങ്ങൾക്ക് ചാട്ടയടിയുണ്ട്. അതെ, ഇവർക്കൂടെ കൊടുത്താലോ? തീർച്ചയായിട്ടും കൊടുക്കുക. അസീസെ, ഞാൻ പണ്ട് തൊട്ട് ഈ കോടീശ്വരന്മാരെ പറ്റി വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചവെന്ന് കേട്ടിട്ടുണ്ട്. കയ്യിൽ വെള്ളി ബാഗുമായിട്ട് വരുന്ന ആളെ ഞാൻ ആദ്യം കാണുക. ഇഷ്ടം പോലെ വെള്ളി ബാഗ് ഉണ്ട്, എല്ലാരും വാങ്ങിച്ചു. സാധാരണ ഒരു സ്പോൺസർ വരുമ്പോ ഞാൻ ഇത്ര പേർക്ക് കൊടുക്കാം, അത്ര പേർക്കേ കൊടുക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം പറയാ ഞാൻ എല്ലാവർക്കും കൂടെ കൊടുത്തോട്ടെ എന്നൊക്കെ. അത് ഇദ്ദേഹത്തിന്റെ ഒരു നമ്മളിനി കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും പുള്ളി കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ Congratulations to Afifka and team. തോറ്റേനല്ല. കൂടെ വരണം. എന്താ ആങ്കറിനോട് കൊടുത്തില്ലേ ബോസ്? താങ്ക് യു. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന് കൂടെ കൊടുക്കണം പറയണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്നാൽ ലാന ടെക്നോളജിയുടെ ഗിഫ്റ്റ്സ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. വി ആർ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ ഇത് ലാന ടെക്നോളജീസിന്റെ ലാന ടെക്നോളജി ഗെയിമാണ് നമ്മളിവിടെ കളിച്ചത്. ഇത്രയും വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു ടെക്നോളജിക്കൽ ഗെയിമാണ് ഈ ഫ്ലോറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. അവിടെയും സത്യം വിജയിച്ചു എന്നാണ് എനിക്ക് പറയാൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Berger Paint, Weathercoat, Long Life Star Magic, powered by Eastern, ChavraMatrimony.com, Scott Floor Cleaner, Valluvanadu Easy Money, easy to make more money, and Sheen Lac Water-Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance App. A special partner, Chris Pello. Good night. 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും ടോപ്പ് സിംഗർ @flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 8111990913 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.